നമസ്കാരം. പി കെ ലേണിക്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2020 വർഷത്തിൽ കേരള PSC ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരെയുള്ള ചോദ്യങ്ങൾ പരിശോധിച്ചു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് അൺടച്ചബിലിറ്റി? വെരി സിമ്പിൾ ചോദ്യമാണ്. ചോദിച്ചിരിക്കുന്നത് 2020 നടന്ന റെഫ്രിജറേഷൻ മെക്കാനിക് ഹെൽത്ത് സർവീസസ് അവർ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരം തന്നെയാണ് അല്ലേ? ഒരു വെരി ഡിറക്റ്റ് ചോദ്യമാണ്. തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിർത്തലാക്കിയ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണെന്നുള്ളതാണ്. ആൻസർ നിങ്ങൾക്കെല്ലാം അറിയാം, ആർട്ടിക്കിൾ 17 അല്ലേ, ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 17 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് അൺടച്ചബിലിറ്റി ആൻഡ് ഫോർബിഡ്സ് ഇറ്റ്സ് പ്രാക്ടീസ് ഇൻ എനി ഫോം. അതായത് അനുച്ഛേദം 17 എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ ഏത് രൂപത്തിലും ഉള്ള ആചരണം, പ്രാക്ടീസ് വിലക്കുകയും ചെയ്തുകൊണ്ടുള്ള അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പോൾ അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ ഏത് രൂപത്തിലും ഉള്ള ആചരണം, പ്രാക്ടീസ് വിലക്കുകയും ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 17. ഇനി അനുച്ഛേദം 17 ഇത്രമാത്രമല്ല പറയുന്നത്, അതിൻ്റെ കൂടെ മറ്റൊരു വ്യവസ്ഥയും കൂടെ ഉണ്ട്. ഇറ്റ് ആൾസോ മേക്ക് എനി ഡിസബിലിറ്റി അറൈസിങ് ഔട്ട് ഓഫ് അൺടച്ചബിലിറ്റി എ പണിഷബിൾ ഒഫൻസ് അണ്ടർ ലോ. അതായത് തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന ഏതൊരു അവശതയും അടിച്ചേൽപ്പിക്കുന്നത്. ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അവശത. അപ്പോൾ തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന, അറൈസ് ഫ്രം അൺടച്ചബിലിറ്റി, ഉളവാകുന്ന ഏതൊരു അവശതയും അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമായിരിക്കുന്നതാണ്. അതായത് ഒരു നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആർട്ടിക്കിൾ 17 ഉള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം മുന്നോട്ട് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 17 പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിലെ വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചാലേ നമുക്ക് പിന്നീട് വരുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഓക്കെ, ഈ ഒരു ചോദ്യത്തിലെ മറ്റൊരു ഓപ്ഷനാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അതായത് ഇപ്പം മഹാരാജ, രാജ് ബഹദൂർ, റായ് ബഹദൂർ, റായ് സാഹിബ്, ഇത്തരത്തിലുള്ള സ്ഥാനപ്പേരുകളുണ്ട്. അതായത് ഒരു നൊബിലിറ്റി, ഒരു കുലീനതയെ സൂചിപ്പിക്കുന്ന സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥ, മൗലിക അവകാശത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് അനുച്ഛേദം 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. അപ്പോൾ അവിടെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ്? മിലിറ്ററി ആൻഡ് അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻസ്. അതായത് സൈനികമോ വിദ്യാസംബന്ധവുമായിട്ടുള്ള പ്രാഗൽഭ്യത്തിനൊഴികെ യാതൊരു സ്ഥാനപ്പേരുകളും രാഷ്ട്രം, സ്റ്റേറ്റ് നൽകുവാൻ പാടുള്ളതല്ല. ഓക്കെ, കൺഫർ ദ റൈറ്റ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് അക്കാഡമിക്. സൈനികമോ വിദ്യാസംബന്ധവുമായിട്ടുള്ള പ്രാഗൽഭ്യത്തിനൊഴികെയുള്ള യാതൊരു സ്ഥാനപ്പേരുകളും രാഷ്ട്രം നൽകുവാൻ പാടുള്ളതല്ല. ഓക്കെ, ദെൻ മറ്റൊരു ഓപ്ഷനാണ് അതിൽ ആർട്ടിക്കിൾ 32. നിങ്ങൾക്കറിയാം, ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു അഗ്രീവ്ഡ് സിറ്റിസണ്, അതായത് അങ്ങനെ ലംഘിക്കപ്പെട്ട ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയാ? മൗലിക അവകാശം, അതായത് ലംഘിക്കപ്പെട്ട അല്ലെങ്കിൽ നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന്, എൻഫോഴ്സ് ചെയ്യുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കുവാൻ ഉള്ളൊരു അവകാശമാണ് ആർട്ടിക്കിൾ 32. അതായത് ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ മറ്റൊരു ഓപ്ഷനാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 മറ്റൊന്നുമല്ല, ചില കാരണങ്ങളാലുള്ള
ഡിസ്ക്രിമിനേഷൻ, വിവേചനം എന്ത് ചെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സെർട്ടൺ ഗ്രൗണ്ട്സ്. ആ ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? റിലീജിയൻ, റൈസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം, റൈസ് വർഗം, കാസ്റ്റ് ജാതി, സെക്സ് ലിംഗം, പ്ലേസ് ഓഫ് ബർത്ത് ജന്മസ്ഥലം. അപ്പം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം ഇത് സംബന്ധിച്ച് ഇതിലേതെങ്കിലും ഒക്കെ കാരണമാക്കിക്കൊണ്ടുള്ള വിവേചനം നിരോധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് റൈറ്റ് ടു ലൈഫ്? അപ്പം അതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നൊരു പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ജീവന് ഉള്ള സ്വാതന്ത്ര്യം, റൈറ്റ് ടു ലൈഫ്. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 14 അല്ലാന്ന് നമുക്കറിയാം, 19 അല്ലാന്നറിയാം, 20 ഒക്കെ അല്ലാന്നറിയാം. ആൻസർ എന്താണ്? ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അപ്പോൾ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നൽകിയിരിക്കുന്ന, ആ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവകാശം നൽകിയിരിക്കുന്ന അനുച്ഛേദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആർട്ടിക്കിൾസിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 21 ഡിസ്ക്രൈബ് ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയാണ്. അതായത് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടി പ്രകാരം അല്ലെങ്കിൽ ആ നടപടിക്രമം പ്രകാരമല്ലാതെ, അതായത് ഒരു നിയമം വഴി പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഒരു നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമം അത് പ്രകാരമല്ലാതെ യാതൊരാളുടെയും ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുവാൻ പാടുള്ളതല്ല. Okay, Article 21 declares that no person shall be deprived of his life or personal liberty except according to procedure established by law. അപ്പോൾ ഈ ഒരു യൂസേജ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമം എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, ജപ്പാൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 നമ്മൾ ചേർത്തിരിക്കുന്നത്. ആ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഓക്കെ. പക്ഷേ ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 21 വിവിധ കേസുകളിൽ സുപ്രീം കോടതി അതിന് ഒരു വ്യാഖ്യാനം നൽകുകയുണ്ടായി, ഇൻ്റർപ്രിട്ടേഷൻ നൽകുകയുണ്ടായി. 1950 AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിൽ 1950 ഈ ഒരു കേസിൽ സുപ്രീം കോടതി ഒരു നാരോ ഇൻ്റർപ്രിട്ടേഷനാണ് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് കൊണ്ട് നൽകിയത്. അതായത് ഒരു ഇടുങ്ങിയ വ്യാഖ്യാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ വേർഡ് ബൈ വേർഡ് അർത്ഥം മാത്രം എടുത്തുകൊണ്ട് നിയമത്തിൽ എന്ത് പ്രൊസീജിയറാണോ നൽകിയിരിക്കുന്നത് ആ പ്രൊസീജിയർ പ്രകാരം എന്താണ് സ്റ്റേറ്റിന് ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരാൾക്ക് സംരക്ഷണം ലഭിക്കുന്നത് എക്സിക്യൂട്ടീവ് ആക്ഷനിൽ നിന്ന് മാത്രമാണ്, ലെജിസ്ലേറ്റീവ് ആക്ഷനിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ല. അതായത് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അൺജസ്റ്റ് ആയിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള, അൺറീസണബിൾ ആയിട്ടുള്ള നിയമമാണെങ്കിൽ പോലും അതിലൊരു നടപടിക്രമം, ഒരു പ്രൊസീജിയർ അതിലുണ്ടെങ്കിൽ, അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ പ്രകാരം ഒരാളുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും രാഷ്ട്രത്തിന് ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് സുപ്രീം കോടതി AK ഗോപാലൻ കേസിൽ നിരീക്ഷിച്ചത്. പക്ഷേ പിന്നീട് 1978 1978 മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഒരു വിശാലമായിട്ടുള്ള വ്യാഖ്യാനത്തിലേക്ക് സുപ്രീം കോടതി കടക്കുകയും ഒരു വൈഡർ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് വരികയാണ്. അതായത് ആ നിയമം എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ആയിരിക്കണം, നീതിയുക്തമായിരിക്കണം, അല്ലെങ്കിൽ റീസണബിൾ ആയിരിക്കണം, യുക്തിസഹമായിട്ടുള്ള നിയമമായിരിക്കണം. അതല്ലാതെ എന്ത് നിയമവും ഉണ്ടാക്കി അതിൽ കാടത്തമായിട്ട് നമുക്ക് നമ്മുടെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ കഴിയില്ല.
പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അതായത് നമ്മുടെ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് അത് ഫോളോ ചെയ്തുകൊണ്ടുള്ള പ്രൊസീജിയർ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കേസിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് സുപ്രീം കോടതി ഇതിനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഇത് ബന്ധപ്പെട്ട് നമുക്ക് ഡിഗ്രി ലെവലിൽ ചോദ്യങ്ങൾ വന്നേക്കാം. ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഞാൻ ഈ പറഞ്ഞ രണ്ട് കേസുകളും 1950 AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസും 1978 മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സുപ്രധാന കേസുകളാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നോ പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കും ഇത് നിഷേധിക്കപ്പെടുന്നില്ല. മനസ്സിലായില്ലേ ഈ അവകാശം? അപ്പോൾ ഇത് ഈസ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ്. പൗരൻ എന്നുള്ളതോ പൗരനല്ല എന്നുള്ളതോ ഇവിടെ വിഷയമല്ല. നോ പേഴ്സൺ, യാതൊരാളും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺസ്. The article has been interpreted widely to include various rights such as right to live with the human dignity. അതായത് നമുക്ക് ആത്മാഭിമാനത്തോട് ജീവിക്കാനുള്ള, ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഹെൽത്ത്, ലൈവ്ലിഹുഡ്, അതുപോലെ എഡ്യൂക്കേഷൻ, പ്രൈവസി, ക്ലീൻ എൻവയോൺമെൻറ്റ്, ഇത്തരത്തിലുള്ള ഒരുപാട് അവകാശങ്ങൾ സുപ്രീം കോടതി വിവിധ കേസുകളിലായിട്ട് അത് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന അവകാശമാണെന്നുള്ള രീതിയിൽ വിവിധ കേസുകളുടെ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി വിധിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് KV പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2017 2017 KV പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് ഈ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ 21 ഉൾക്കൊള്ളുന്നതാണ് എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. അതുപോലെ വിവിധ അവകാശങ്ങൾ, ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ലൈവ്ലിഹുഡ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏത് കേസാണെന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് പോയി കണ്ടു നോക്കുക. ഏത് കേസിലാണ് സുപ്രീം കോടതി ഈ റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമായി വരുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റുകളും അതുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. വിവിധ പരീക്ഷകളിൽ അത് ചോദ്യമായി പരിണമിച്ചേക്കാം. ഓക്കെ, പിന്നെ ആർട്ടിക്കിൾ 14 provides that the state shall not deny to any person equality before law, equal protection law within the territory of India. അതായത് ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് നിയമത്തിന് മുൻപാകെയുള്ള സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, നിയമങ്ങളുടെ സമമായ സംരക്ഷണവും നിഷേധിക്കുവാൻ പാടുള്ളതല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ചോദ്യത്തിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ആർട്ടിക്കിൾ 21 ആണെങ്കിലും മറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൻ റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം 19 എന്ന് പറയുന്നത്, അതായത് താഴെ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 19 അല്ലേ. അവിടെ 6ഓളം സ്വാതന്ത്ര്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് അല്ലേ. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ പറയുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ക്ലോസ് 1 സബ് ക്ലോസ് A മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള അവകാശം അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അപ്പോൾ സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം 19(1)A. അതായത് അതിൻ്റെ തൊട്ടടുത്ത ക്ലോസ് ആയിട്ടുള്ള 19(1)B(C), ഇതെല്ലാം 19(1) എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ക്ലോസ് 1 കീഴിൽ വരുന്നതാണ് DEG. F നമ്മൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ്. അക്വയർ, ഡിസ്പോസ്, റൈറ്റ് ടു അക്വയർ, ഡിസ്പോസ് പ്രോപ്പർട്ടി എനിവെയർ ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19(1)F എന്ന് പറയുന്നത് നമ്മൾ 44-ാം ഭരണഘടനാ ഭേദഗതി 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ എന്ത് ചെയ്തതാണ്, അത് ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ 7 ഉണ്ടായിരുന്നിടത്ത് നമുക്കിപ്പോൾ 6 ഉള്ളൂ. അത് ലാസ്റ്റ് നമുക്കുള്ളത് 19(1)G ആണ്, 19(1)F ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫ്രീഡം സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്, അതായത് സമാധാനപരമായി ആയുധങ്ങൾ കൂടാതെ സമ്മേളിക്കാനുള്ള അവകാശം. ദെൻ അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, ഇവിടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇവിടെ ഉണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. 2011 97-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കൊണ്ട് ചേർത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സമാജങ്ങളും യൂണിയനുകളും
അതുപോലെ സഹകരണ സംഘങ്ങളും ഒക്കെ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം 19(1)(c), 19(1)(d) ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ദെൻ ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് എവിടെയും താമസിക്കുവാനും സ്ഥിരവാസം, അതായത് സ്ഥിരമായി വസിക്കുവാനും, സെറ്റിൽ, അതിനുള്ള സ്വാതന്ത്ര്യം. ദെൻ ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ഏതൊരു വൃത്തി, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വൃത്തി, മലയാളം, വൃത്തിയിൽ ഏർപ്പെടുന്നതിനും, അതുപോലെ ഏതൊരു ജോലിയും, അതുപോലെ തൊഴിൽ, അതുപോലെ ബിസിനസ്, വ്യാപാരം, ഓക്കെ, ഒക്കുപ്പേഷൻ, തൊഴിൽ, ട്രേഡ്, വ്യാപാരം, ബിസിനസ് എന്നിവയിൽ ഏർപ്പെടുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഇത്രയാണ് 19 നമുക്ക് ലഭ്യമായിട്ടുള്ള 6 സ്വാതന്ത്ര്യങ്ങൾ. ഓക്കെ, അപ്പോൾ 19(1) മുതൽ 19(g) വരെ, അതിൽ 19(1)(a) മുതൽ 19(1)(g) വരെ, അതിൽ 19(1)(f) 44-ാം ഭരണഘടന ഭേദഗതി പ്രകാരം നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് മറ്റൊരു ഓപ്ഷനാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്, അതായത് കുറ്റം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച്, അതായത് നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അത് അക്യൂസ്ഡാണ്. ഇപ്പം നമ്മൾ കുറ്റം ചെയ്തു എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൺവിക്റ്റ് ആവത്തുള്ളൂ. അതിനെയാണ് നമ്മൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ കുറ്റസ്ഥാപനം, നമ്മൾ ചെയ്തു എന്ന് സ്ഥാപിക്കുക. അപ്പോൾ ഈ കുറ്റസ്ഥാപനം സംബന്ധിച്ച്, അല്ലെങ്കിൽ കുറ്റം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഭരണഘടനയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അല്ലേ? ആർട്ടിക്കിൾ 21 എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, അതായത് നിയമത്തിൻ്റെ മുൻകാല പ്രാബല്യം പാടുള്ളതല്ല. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ 20 ആർട്ടിക്കിൾ 20 ഈ 3 പ്രൊവിഷൻസും, ആർട്ടിക്കിൾ 21 ക്ലോസ് 1, ആർട്ടിക്കിൾ 20 ക്ലോസ് 2, അതായത് നോ ഡബിൾ ജിയോപാഡി, ഇരട്ട ശിക്ഷ, ഒരേ കുറ്റത്തിന് ഇരട്ട ശിക്ഷ പാടില്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ, അതായത് സ്വയം അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയാൻ പാടില്ല, അതായത് നോ സെൽഫ് ഇൻക്രിമിനേഷൻ. 23 ഇത് 3 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക, എപ്പിസോഡ് 3 ഒന്ന് കണ്ടു നോക്കുക. ഈ 3 ആർട്ടിക്കിൾസും 21, 22, 23 നോ എക്സ്പോസ്റ്റ് ഫാക്ടോ ലോ, നോ ഡബിൾ ജിയോപാഡി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആ ചോദ്യത്തിലെ ഓപ്ഷൻസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് എമോങ് ദ ഫോളോയിങ് ആക്ട് ഈസ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾ 17, അല്ലേ? അപ്പം ഞാൻ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആർട്ടിക്കിൾ 17 എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 17ൻ്റെ 2ാം ഭാഗത്ത് വരുന്ന ഒരു കാര്യമുണ്ട്. എന്താ? തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന ഏതൊരു അവശതയും അടിച്ചേൽപ്പിക്കുന്നത് നിയമപ്രകാരം ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമായിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു നിയമം വേണം. ആർട്ടിക്കിൾ 17 നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കി ആ നിയമത്തിൽ അതിൻ്റെ പീനൽ പ്രൊവിഷൻസ്, അതിൻ്റെ ശിക്ഷാ സംബന്ധമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് വേണം നമുക്ക് ആർട്ടിക്കിൾ 17 എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലേ? കാരണം നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്ന ഒരു കുറ്റമായിരിക്കുന്നതാണ് എന്നാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് നിയമമാണ് ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാം. നിർഭയ ആക്ട് 2013, നിങ്ങൾക്കറിയാം, ഡൽഹി ഗ്യാങ് റേപ്പുമായി ബന്ധപ്പെട്ട് ഈ റേപ്പ്, സെക്ഷൽ ഒഫൻസ്, ഇതുമായി ബന്ധപ്പെട്ട പീനൽ പ്രൊവിഷൻസ്, അതിൻ്റെ കുറ്റം കുറച്ചും കൂടി, അതായത് അതിൻ്റെ ശിക്ഷ, അത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾ, പീനൽ പ്രൊവിഷൻസ് കുറച്ചും കൂടെ നമുക്ക് കർശനമായ ശിക്ഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അമെൻഡ് ചെയ്തതാണ്, അല്ലേ? ശിക്ഷ അമെൻഡ് ചെയ്തതാണ് എന്താ ഈ നിർഭയ ആക്ട് 2013 എന്നുള്ള പേരിലുള്ളത്. അപ്പോൾ അതൊരിക്കലും ആർട്ടിക്കിൾ 17മായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് നമുക്കറിയാം. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1976, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് 1958, അതായത് സായുധ സേനകൾക്ക് പ്രത്യേക അധികാരങ്ങൾ, അതായത് പ്രശ്നബാധിത സ്ഥലങ്ങളിൽ സായുധ സേനകൾക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകിക്കൊണ്ട് ഉള്ള നിയമമാണ്. അപ്പോൾ അതും 17ആയിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, ദെൻ 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. അപ്പോൾ ഇതിൽ നമുക്ക് എളുപ്പമാണ്, കാരണം നമുക്ക് ഈ ആക്റ്റുകളുടെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് 17മായി ബന്ധപ്പെട്ടതല്ല എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്, അല്ലേ? ഇപ്പോൾ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻമെൻറ്റ് ആക്ട് 2019 1955 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ പൗരത്വ നിയമം പിന്നീട് വിവിധ വർഷങ്ങളിലായിട്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതിൽ 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്, അല്ലേ? 19 നമുക്ക് ഈ
നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഉള്ള അയൽ രാജ്യങ്ങളിലെ മൈനോറിറ്റീസിൻ്റെ റിലീജിയസ് പെർസിക്യൂഷൻ പ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇന്ത്യയിലെ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ ചേർത്തിട്ടുള്ള 2019 അമെൻമെൻ്റാണ് നിങ്ങൾ ഓപ്ഷൻ ഡിയിൽ കാണുന്നത്. അപ്പോൾ അതും ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പിന്നെ നമുക്ക് ഉറപ്പായിട്ടും അതാണ് ഓപ്ഷൻ 2, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഇൻ 1976. അത് തന്നെയാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. Article 17 of the Indian Constitution abolishes untouchability and forbids its practice in any form. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ ഏത് രൂപത്തിലുമുള്ള ആചരണം പ്രാക്ടീസ് വിലക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉളവാകുന്ന ഏതൊരു അവശതയും അടിച്ചേൽപ്പിക്കുന്നത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമായിരിക്കുന്നതാണ് എന്നാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. അതിനൊരു നിയമം വേണം. ആ നിയമമാണ് എന്ത്, നിങ്ങൾ കണ്ട സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ, നോക്കാം നമുക്ക്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. അപ്പോൾ ഇത് 1955 നിയമം പാസ്സാക്കിയത്. പക്ഷെ അന്ന് അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ പേര്, ആ നിയമത്തിൻ്റെ പേര് ഇങ്ങനെ അല്ലായിരുന്നു, മനസ്സിലായല്ലോ. എന്തായിരുന്നു? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 ആയിരുന്നു. പിന്നീട് 1976 അമെൻഡ് ചെയ്തു. 1976 അമെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ പീനൽ പ്രൊവിഷൻസ്, ഇതിൻ്റെ ശിക്ഷാ വ്യവസ്ഥകൾ കുറച്ചും കൂടെ കോംപ്രഹെൻസീവ് ആക്കുന്നതിനായിട്ടും കുറച്ചും കൂടെ കർശനമായിട്ടുള്ള ശിക്ഷകൾ ഉൾപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആക്ട്, അതായത് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955, 1955 ഈ ആക്ട് എന്ത് ചെയ്തു? അമെൻഡ് ചെയ്ത് ശിക്ഷ കുറച്ചും കൂടെയൊക്കെ വിശാലമാക്കി, കുറച്ചുകൂടെ കോംപ്രഹെൻസീവായിട്ടുള്ള അമെൻമെൻ്റാണ് നടന്നത്. എന്നിട്ട് 1976 ഇതിൻ്റെ പേര് മാറ്റി. അങ്ങനെ പേര് മാറ്റിയതിന് ശേഷമുള്ള പേരാണ് ഈ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955. 1955. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 76 എന്നാണ് കിടക്കുന്നത്, പക്ഷേ ടൈറ്റിൽ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്നാണ്. 1976 അമെൻമെൻ്റാണ്, ആക്ടിൻ്റെ പേരാണ് മാറ്റിയത്. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് മാറ്റിയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്നാക്കി. ഓക്കെ, അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ട ആക്ട്. ഓക്കെ, ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർഭയ ആക്ട് റിലേറ്റഡ് ടു ക്രിമിനൽ ലോ അമെൻമെൻറ്റ്, ക്രിമിനൽ ലോ അമെൻഡ് ചെയ്തതാണ്. റേപ്പ്, സെക്ഷൽ ഒഫൻസസ് എക്സെട്ര, കുറച്ചും കൂടി ഇത്തരത്തിലുള്ള കുറ്റങ്ങൾക്ക്, അതായത് ബലാത്സംഗം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നമുക്കറിയാലോ അതിൻ്റെ ഒരു പശ്ചാത്തലം, അതായത് ഡൽഹി ഗ്യാങ് റേപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അമെൻമെൻറ്റ് നടന്നത്. അപ്പോൾ അത് ക്രിമിനൽ ലോ അമെൻമെൻ്റ് ആയിരുന്നു നിർഭയ ആക്ട് എന്ന് പറയുന്നത്. 2013 ഈ ബലാത്സംഗം, ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കർശനമാക്കിക്കൊണ്ട് ഈ ആക്ടിൽ ഉൾപ്പെടുത്തി. അതാണ് നിർഭയ ആക്ട്. പിന്നെ നമുക്ക് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്, അതായത് പ്രശ്നബാധിത സ്ഥലങ്ങളിൽ സായുധ സേനകൾക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ആക്റ്റാണ് ഈ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട്, അല്ലെങ്കിൽ അഫ്സ്പ എന്നറിയപ്പെടുന്ന ആക്ട്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള ആക്റ്റാണ് 1958 ഈ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. പിന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1955 എന്താണ് ഇന്ത്യൻ പൗരത്വ നിയമം വിവിധ വർഷങ്ങളിൽ അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2019 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. അപ്പോൾ അതാണ് മറ്റ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, എവരി റിലീജിയസ് ഡിനോമിനേഷൻ ഓർ എനി സെക്ഷൻ thereof shall have the right to own and acquire movable and immovable property and to administer such property in accordance with law. വളരെ മനോഹരമായിട്ടുള്ള ചോദ്യമാണ്. മനോഹരമായതുകൊണ്ട് തന്നെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏത് പരീക്ഷയ്ക്കുണ്ടെന്ന് നോക്കുക നിങ്ങൾ. 2020 KS പ്രിലിംസ്, രണ്ടാമത് നടന്നൊരു പ്രിലിംസാണ്. സപ്ലിമെൻ്ററി ആയിട്ട് നടന്നൊരു പ്രിലിംസാണ് 2020. 2020 KS 2 പ്രിലിംസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത് നടന്ന പ്രിലിംസാണ്. അതിലെ ചോദ്യമാണിത് അല്ലേ. അപ്പോൾ ഇത് ചോദ്യം വേറൊന്നുമല്ല, അതായത് പബ്ലിക് ഓർഡർ, പൊതുസമാധാനം, മൊറാലിറ്റി, സാൻമാർഗികത, ഹെൽത്ത്, ആരോഗ്യം, ഇതിന് വിധേയമായിക്കൊണ്ട് മതവിഭാഗങ്ങൾക്ക് റിലീജിയസ് ഡിനോമിനേഷൻസ് ഓർ സെക്ഷൻസ്, അല്ലെങ്കിൽ മതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന്, സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ മതവിഭാഗം, ഏതെങ്കിലും മതവിഭാഗത്തിന് എന്താണ് ഷാൽ ഹാവ് ദ റൈറ്റ് ടു ഓൺ ആൻഡ് അക്വയർ, അതായത് ഉടമയിൽ, ഓൺ എന്ന് പറഞ്ഞാൽ ഉടമയിൽ വെക്കാൻ, അക്വയർ ആർജിക്കുക, എന്ത് സ്ഥാവരവും ജംഗമമായ വസ്തുക്കൾ, മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ, സ്ഥാവരവും, മൂവബിൾ എന്ന സ്ഥാവരം, ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ ജംഗമം അല്ലേ, തിരിഞ്ഞുപോയി. മൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജംഗമം. ഇമ്മൂവൽ എന്ന് പറഞ്ഞാൽ സ്ഥാവരവും ജംഗമവുമായ വസ്തുക്കൾ ഉടമയിൽ വയ്ക്കുവാനും ആർജിക്കുവാനുള്ള അവകാശവും അതുപോലെ തന്നെ നിയമാനുസൃതമായി അതിൻ്റെ ഭരണം നടത്തുവാനുള്ള അവകാശം നൽകിയിരിക്കുന്ന ഭരണഘടനയിൽ അങ്ങനെ ഒരു അവകാശം നൽകിയിരിക്കുന്ന അനുച്ഛേദം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 30 അല്ലെന്നറിയാം നമുക്ക്. കാരണം 30 എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട അവകാശം ഉള്ള ഇതാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. പിന്നെ ഈ 25 to 28 ഏതോ ഒന്ന് ആണെന്നുള്ളതാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. കാരണം 25 to 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു റിലീജിയനാണ്. അപ്പോൾ അതിൽ പെട്ടതാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിലേത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ റിലീജിയസ് ഡീനോമിനേഷൻസിന്, അതായത് മതവിഭാഗങ്ങൾക്കും മതത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിനുള്ള അവകാശങ്ങൾ നൽകിയിരിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 26 ആണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 26. അപ്പോൾ ആൻസർ ആർട്ടിക്കിൾ 26 ആണ്. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അവേഴ്സ്, മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ നടത്തിപ്പിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 26. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. എന്താണ് പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമാധാനം, മൊറാലിറ്റി സാൻമാർഗികത, ഹെൽത്ത് ആരോഗ്യം. അപ്പോൾ ഇതിന് വിധേയമായിക്കൊണ്ടാണ് ഇതിന് വിധേയമാണ്. കാരണം ഇതും ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഇത് എന്തിന് വിധേയമായിട്ടുള്ളതാണ് ഈ അവകാശം എന്നുള്ളതും PSC ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. എവറി റിലീജിയസ് ഡിനോമിനേഷൻ, ഏതൊരു മതവിഭാഗത്തിനും അതിൻ്റെ എനി സെക്ഷൻ മതത്തിൻ്റെ ഭാഗത്തിനും thereof has the right, താഴെ പറയുന്ന അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്, മതപരവും ധർമ്മപരവും, ചാരിറ്റബിൾ ധർമ്മം. അപ്പോൾ മതപരവും ധർമ്മപരവുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ഏർപ്പെടുത്തുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നടത്തുന്നതിനുമൊക്കെ അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫേഴ്സ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ, മതപരമായ വിഷയങ്ങൾ സംബന്ധിച്ച് മതപരമായ വിഷയങ്ങളിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം. ദാൻ ടു ഓൺ ആൻഡ് അക്വയർ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അല്ലെ, സ്ഥാവരവും ജംഗമവുമായ വസ്തുക്കൾ ഉടമയിൽ വയ്ക്കുവാനും ആർജിക്കുവാനുമുള്ള, ഓൺ ആൻഡ് അക്വയർ, ഉടമയിൽ വയ്ക്കുവാനും ആർജിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെ അത് ടു അഡ്മിനിസ്റ്റർ സച്ച് പ്രോപ്പർട്ടി, അത്തരത്തിലുള്ള വസ്തുക്കൾ നിയമാനുസൃതമായി ഭരണം, അഡ്മിനിസ്റ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് ലോ, നിയമാനുസൃതമായി ഭരണം നടത്തുവാനുള്ള അവകാശം. അപ്പോൾ ഇതാണ് നമുക്ക് ചോദ്യമായി പരിണമിച്ചത്. ഓക്കെ, ആർട്ടിക്കിൾ 26 ഈ ഒരു ഭാഗമാണ് ചോദ്യമായി പരിണമിച്ചത് കേസിൽ. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. ഇനി അതിൽ മറ്റ് ഓപ്ഷൻസ് കൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആർട്ടിക്കിൾ 25 ഡീൽ വിത്ത് ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷണൽ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. കൺസൈൻസ് എന്ന് പറഞ്ഞാൽ മനസാക്ഷി. അപ്പോൾ മനസാക്ഷിക്കും അതുപോലെ മത ആചരണത്തിനും അതുപോലെ മതത്തിൻ്റെ പ്രചാരണത്തിനും ഒക്കെയുള്ള അവകാശം, പ്രൊഫഷൻ, പ്രാക്ടീസ്, മതവിശ്വാസത്തിനും മത ആചരണത്തിനും മതപ്രചരണത്തിനും. ഓക്കെ, കൺസൈൻസ് എന്ന് പറഞ്ഞാൽ മനസാക്ഷി. അതുപോലെ ഫ്രീ പ്രൊഫഷൻ, സ്വതന്ത്രമായിട്ടുള്ള മതവിശ്വാസത്തിനും മത ആചരണത്തിനും മതപ്രചരണത്തിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 27 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി നികുതികൾ ഏർപ്പെടുത്തുന്നതും അതിൽ നിന്നുള്ള സംരക്ഷണമാണ്. പ്രൊഹിബിറ്റ്സ് കമ്പൽസറി ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ, പോഷണം. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പോഷണം ഓഫ് എനി പർട്ടിക്കുലർ റിലീജിയൻ, ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയുള്ള നികുതി ഏർപ്പെടുത്തുന്നതിൽ നിന്നുള്ള സംരക്ഷണം, ആർട്ടിക്കിൾ 27. ദെൻ ആർട്ടിക്കിൾ 30 ഗിവ് മൈനോറിറ്റി ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അതിൽ ഭരണം നടത്തുന്നതിനും എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിലുള്ള 25, 26, 27 ആൻഡ് 30. അപ്പോൾ ഇത് ആൻസർ 26 ആണ്, ആർട്ടിക്കിൾ 26. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഈ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ വലിയ പരീക്ഷകൾക്ക് ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ റൈറ്റ് ടു റിലീജിയൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് കയറി ചോദിക്കും, ഉള്ളിൽ നിന്ന് കയറി ചോദിക്കും.
അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 25 to 28 അല്ലെങ്കിൽ 29 ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മത്സര പരീക്ഷയെ സംബന്ധിച്ച്. അപ്പോൾ പാർട്ട് 3 എന്ന് പറയുന്നത് നല്ല പച്ചവെള്ളം പോലെ പഠിച്ചു വയ്ക്കുക. ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനയിൽ മത്സര പരീക്ഷ സംബന്ധമായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങളാണ്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഏത് രീതിയിലാണ് ചോദ്യം വരും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എൻഷ്രൈൻഡ് ഇൻ ആർട്ടിക്കിൾ 30 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻട്രസ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മറ്റൊരു ചോദ്യത്തിൻ്റെ ഓപ്ഷനിൽ ആർട്ടിക്കിൾ 32 ഉണ്ടായിരുന്നു അല്ലേ, ഭരണഘടനാ സംബന്ധമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏതെങ്കിലും മൗലിക അവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 32 പ്രകാരം എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കുവാനും സുപ്രീം കോടതിക്ക് അത്തരത്തിലുള്ള ലംഘിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് എൻഫോഴ്സ് ചെയ്യുന്നതിനായി എന്ത് ചെയ്യാം, ഉത്തരവുകളോ അതുപോലെ റിട്ടുകളോ ഒക്കെ പുറപ്പെടുവിക്കാൻ കഴിയും. ഓർഡേഴ്സ്, റിട്സ് ഇതൊക്കെ പുറപ്പെടുവിക്കാൻ കഴിയും. ഇതാണ് ആർട്ടിക്കിൾ 32. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ആർട്ടിക്കിൾ 32 പ്രകാരം ആ ഒരു അവകാശം ആരിൽ നിക്ഷിപ്തമാണ്? നമുക്ക് നോക്കാം. എക്സ്ക്ലൂസീവ്ലി വിത്ത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, അതിൻ്റെയാണ് ആൻസർ. ബാക്കി നിങ്ങൾ നോക്കിയേ, വിത്ത് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സ് ഇൻ ഇന്ത്യ, അങ്ങനെ ഏതെങ്കിലും കോടതികൾക്ക് ഉണ്ടോ? മറ്റേതെങ്കിലും കോടതിക്ക് ഉണ്ടോ അവകാശം? ആർട്ടിക്കിൾ 32 പ്രകാരം ഇല്ല. വിത്ത് ഓൾ കോർട്സ് ഇൻ ഇന്ത്യ, എല്ലാ കോടതികൾക്കും ഉണ്ടോ? ഇല്ല. ആർട്ടിക്കിൾ 32 പ്രകാരം ഇല്ല. ബോത്ത് വിത്ത് ഹൈക്കോർട്സ് ആൻഡ് സുപ്രീം കോർട്സ് ഓഫ് ഇന്ത്യ, ഇല്ല. ഹൈക്കോടതിക്ക് ഉണ്ട്, അത് മറ്റൊരു ആർട്ടിക്കിൾ പ്രകാരമാണ്. മനസ്സിലായല്ലോ? അത് നമുക്ക് എക്സ്പ്ലനേഷനിൽ പരിശോധിക്കാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എ ആണ്, എക്സ്ക്ലൂസീവ്ലി വിത്ത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഇതും KS ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കുക. ആർട്ടിക്കിൾ 32 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മുന്നേ ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ സുപ്രീം കോടതി നൽകുന്ന അധികാരം? ടു ഇഷ്യൂ റിട്സ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ, ലംഘിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അണ്ടർ ദിസ് ആർട്ടിക്കിൾ only the Supreme Court has the power to directly enforce fundamental rights. അപ്പോൾ ഈ ആർട്ടിക്കിൾ പ്രകാരം 32 പ്രകാരം സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റു കോടതികൾക്ക് കഴിയും, പക്ഷേ അത് പാർലമെൻറ്റ് ആ കോടതികൾക്ക് അത്തരത്തിലുള്ള അധികാരം നൽകണം. അങ്ങനെ പാർലമെൻറ്റിന് നൽകാൻ കഴിയുമെന്നുള്ളതും 32 പരിശോധിച്ച് നോക്കുക നിങ്ങൾ. പാർലമെൻറ്റിന് അങ്ങനെ ഈ അധികാരം മറ്റ് കോടതികൾക്ക് നൽകാൻ കഴിയും, പക്ഷേ നാളെ ഇതുവരെ മറ്റൊരു കോടതിക്കും പാർലമെൻറ്റ് അങ്ങനെ ഒരു അധികാരം നൽകിയിട്ടില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പാർലമെൻറ്റിന് അങ്ങനെ കൊടുക്കാൻ കഴിയും, അത് ആർട്ടിക്കിൾ 32 തന്നെ ഉണ്ട്, പരിശോധിച്ച് നോക്കുക. പക്ഷേ നാളെ ഇതുവരെ മറ്റൊരു കോടതിക്കും അത്തരത്തിലുള്ള ഒരു അധികാരം കൺഫർ ചെയ്ത് നൽകിയിട്ടില്ല പാർലമെൻറ്റ് അങ്ങനെ കൊടുക്കാൻ കഴിയുമെങ്കിൽ പോലും നിലവിൽ നമുക്ക് എന്ത് മാത്രമേ പറയാൻ കഴിയുള്ളൂ? സുപ്രീം കോടതിക്ക് മാത്രമേ ആർട്ടിക്കിൾ 32 പ്രകാരം ഇത് ചെയ്യാൻ, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ 32 പ്രകാരം. ഓക്കെ, ഇനി ഹൈക്കോടതിന് പറ്റും. ഹൈക്കോടതികൾക്കും ഇതുപോലെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, കാരണം അതർ കേസസ് എന്നുള്ളത് കൂടി ഉണ്ട് ആർട്ടിക്കിൾ 226. സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങളിൽ മാത്രമേ കഴിയുള്ളൂ, പക്ഷേ ഹൈക്കോടതികളിലേക്ക് എത്തുമ്പോൾ ഫോർ അതർ പർപ്പസ് അല്ലെങ്കിൽ അതർ കേസസ്, അതർ പർപ്പസ് മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയും റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും റിട്ട് ജൂറിഡിക്ഷൻ, റിട്ട് അധികാരിത നമ്മൾ പരിശോധിക്കുമ്പോൾ, റിട്ട് അധികാര പരിധി നമ്മൾ പരിശോധിക്കുമ്പോൾ ഹൈക്കോടതികളുടെ റിട്ട് അധികാര പരിധി അല്ലെങ്കിൽ ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത് ഈസ് വൈഡർ ദാൻ ദി റിട്ട് ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. കാരണം സുപ്രീം കോടതിയെ സംബന്ധിച്ച് 32 പ്രകാരം മൗലിക അവകാശങ്ങൾക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 226 പ്രകാരം ഫോർ അതർ പർപ്പസസ്, മറ്റാവശ്യങ്ങൾക്കും ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങൾ കൂടാതെ മറ്റാവശ്യങ്ങൾ മേലും എന്ത് ചെയ്യാം, റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവരുടെ ജൂറിഡിക്ഷൻ, റിട്ട് ജൂറിഡിക്ഷൻ സുപ്രീം കോടതിയേക്കാൾ വിശാലമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആർട്ടിക്കിൾ 32മായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ആൻസർ എക്സ്ക്ലൂസീവ്ലി വിത്ത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ എപ്പിസോഡിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ് ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ആസ് റൈറ്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറഞ്ഞിരിക്കുന്ന, അതും KS ചോദ്യമാണ്, താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന അവകാശത്തിൽ പെടാത്തത്? അതും മൗലിക അവകാശത്തിൽ പെടാത്തത്, ഫണ്ടമെൻ്റൽ റൈറ്റിൽ പെടാത്തത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാ മൗലിക അവകാശങ്ങളും കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പരിശോധിച്ച് നോക്കാം. നോ പേഴ്സൺ ഷാൽ ബി കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് except for violation of the law in both at the time of the commission of the act charged as an offence.
nor be subjected to a penalty greater than that which might have been inflicted under the law in force at the time of the commission of the offense. ഞാനിതിൻ്റെ അർത്ഥമൊന്നും വായിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല, കാരണം ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇത് ആർട്ടിക്കിൾ ഏതെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ 20(1) നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ, നിയമത്തിൻ്റെ മുൻകാല പ്രാബല്യം പാടുള്ളതല്ല, ക്രിമിനൽ ലോസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 21. നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് ഫോർ ദ സെയിം ഓഫൻ മോർ ദാൻ വൺ. ആർട്ടിക്കിൾ 22, ദാറ്റ് മീൻ ഡബിൾ ജിയോപാഡി, ഒരേ കുറ്റത്തിന് ഇരട്ട ശിക്ഷ പാടില്ല. അതായത് ഡബിൾ ജിയോപാഡി, ഒരേ കുറ്റത്തിന് തന്നെ ഒന്നിലധികം തവണ ശിക്ഷിക്കപ്പെടുവാൻ പാടുള്ളതല്ല, ശിക്ഷ നൽകാൻ പാടുള്ളതല്ല. മനസ്സിലായല്ലോ? ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, അതിനൊരു ശിക്ഷ. മനസ്സിലായല്ലോ? പിന്നീട് ആ കുറ്റത്തിന് വീണ്ടും ശിക്ഷ നൽകാൻ പാടുള്ളതല്ല. അതാണ് നോ ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ സി, നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഓഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ് അഗൈൻസ്റ്റ് ഹിംസെൽഫ്. ഒരു കുറ്റം അതായി ആരോപിക്കപ്പെടുന്ന ആൾ, അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയുവാൻ നിർബന്ധിക്കുവാൻ, കമ്പൽ ചെയ്യാൻ പാടുള്ളതല്ല. നോ സെൽഫ് ഇൻക്രിമിനേഷൻ, ആർട്ടിക്കിൾ 23. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ആർട്ടിക്കിൾ 20 അനുച്ഛേദം 20 മൗലിക അവകാശങ്ങളെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ പിന്നെ ആൻസറിലേക്ക് നമുക്ക് എത്താം. ആൻസർ ഡി അല്ലേ? ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. അവിടെ ഡി എന്താ പറയുന്നത്? നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി പ്രിസ്യൂംഡ് ഗിൽറ്റി അൺലെസ് ഇറ്റ് പ്രൂവ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടി പ്രകാരം അല്ലെങ്കിൽ നടപടിക്രമപ്രകാരം ഒരാൾ കുറ്റം ചെയ്തു എന്ന് സ്ഥാപിക്കുന്നത് വരെ അയാൾ നിരപരാധിയായിട്ടേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. ഓക്കെ, നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി പ്രിസ്യൂംഡ് ഗിൽറ്റി. അതായത് കുറ്റക്കാരനെന്ന് നമ്മൾ മുന്നേ അനുമാനിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? കാരണം അയാൾ നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമം വഴി നിശ്ചയിച്ചിട്ടുള്ള ഒരു നടപടിക്രമം പ്രകാരം അയാൾ കുറ്റക്കാരനാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് വരെ അയാളെ അനുമാനിക്കാൻ പാടില്ല, കുറ്റക്കാരനെന്ന് അനുമാനിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അപ്പോഴൊക്കെ അയാൾ നിരവധി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറ്റം സ്ഥാപിക്കേണ്ട ആരുടെ കടമയാണ്? അത് പ്രോസിക്യൂഷൻ്റെ കടമയാണ്. അതിനെയാണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. ബർഡൻ ഓഫ് പ്രൂഫ്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 21 നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ അല്ലേ? ഓപ്ഷൻ എയിലെ നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ദെൻ 22 അല്ലെ ഡബിൾ ജിയോപാഡി, 23 സെൽഫ് ഇൻക്രിമിനേഷൻ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, those rights apply to citizens and non-citizens alike and remain enforceable even during an emergency, making Article 20 a crucial guarantee of fairness in criminal justice. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾ 20 21 ഒഴികെയുള്ളത് മാത്രമേ നമുക്ക് അനുച്ഛേദം 359 പ്രകാരം പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? റദ്ദ് ചെയ്യാൻ കഴിയുള്ളൂ, സസ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? ആർട്ടിക്കിൾ 359 പ്രകാരം നമുക്ക് രാഷ്ട്രപതിയുടെ ഒരു ഉത്തരവ് മുഖേന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് മറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സൊക്കെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലും 20യും 21 ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം അത് അത്രയും വലിയൊരു അവകാശമായിട്ടുള്ളതാണ്. ഒരു ഫെയർ ട്രയൽ നടക്കുന്നതിനുമായി ബന്ധപ്പെട്ടൊരു അവകാശമായതുകൊണ്ടാണ് ഈ 20യും അതുപോലെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള 21 അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ no person accused of any offense shall be presumed guilty unless it is proved according to the procedure established by law. നിയമം വഴി സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമപ്രകാരം ഒരാൾ കുറ്റക്കാരനെന്ന് തെളിയിക്കുന്നത് വരെ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അനുമാനിക്കാൻ പാടുള്ളതല്ല. presumed guilty. അപ്പോൾ റിലേറ്റ്സ് ടു ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ദ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് ഇൻ ഇന്ത്യൻ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ്. അതായത് നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന് മുന്നിൽ ആ ഒരു തലത്തിൽ ഒരാൾ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നിരപരാധിയായിട്ട് നമ്മൾ അനുമാനിക്കാൻ പാടുള്ളൂ. അയാൾ ഒരു നിയമം സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമപ്രകാരം അയാൾ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ നിരപരാധിയാണ്. ഓക്കെ, ദോ നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്. ഇത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഡീപ്ലി കണക്റ്റഡ് ടു ആർട്ടിക്കിൾ 21 വിച്ച് ഗ്യാരണ്ടീസ് ദാറ്റ് ദ പേഴ്സൺ ക്യാൻ ബി ഡിപ്രൈവ്ഡ് ഓഫ് ലിബർട്ടി ഓൺലി ത്രൂ എ ഫെയർ ജസ്റ്റ് ആൻഡ് ലോഫുൾ പ്രൊസീജിയർ. ഇത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശമായിട്ട് നിങ്ങൾക്ക് ഭരണഘടനയിൽ കാണാൻ കഴിയില്ല. പക്ഷെ ഇതൊരു ഫെയർ ട്രയലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു വളരെ സുതാര്യമായിട്ടുള്ള വളരെ ഫെയർ ആയിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ഒരു ട്രയൽ, വിചാരണ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ അവകാശം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു മൗലിക അവകാശമല്ല അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് പ്രൈമർലി സപ്പോർട്ടഡ് ബൈ ദ ബർഡൻ ഓഫ് പ്രൂഫ് പ്രൊവിഷൻ അണ്ടർ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്
പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇപ്പോൾ ഭാരതീയ സാക്ഷ്യ അധിനിയം, അതിൻ്റെ സെക്ഷൻ 104. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ നോക്കിയാൽ മതി, BSA, അതായത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, നേരത്തെ അത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതിൻ്റെ 104 മുതൽ 107 വരെയുള്ള ബർഡൻ ഓഫ് പ്രൂഫ്. ദീസ് ലോ മാൻഡേറ്റ് ദാറ്റ് പ്രോസിക്യൂഷൻ മസ്റ്റ് പ്രൂവ് ദ ഗിൽട്ട് ഓഫ് ദ അക്യൂസ്ഡ്. അല്ലേ, കുറ്റാരോപിതൻ കുറ്റം ചെയ്തു എന്ന് ഒരു നിയമം സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമപ്രകാരം പ്രോസിക്യൂഷനാണ് ആ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആൾ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷനാണ്. അതിനെയാണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. അതുവരെയും അങ്ങനെ സ്ഥാപിക്കുന്നതുവരെയും അദ്ദേഹത്തെ നമ്മൾ എന്തുമാത്രമായിട്ട് അനുമാനിക്കാൻ പാടുള്ളൂ, അദ്ദേഹം നിരപരാധിയായിട്ട് നമ്മൾ അനുമാനിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ നോക്കിയ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കേസൊക്കെ ഉണ്ട്. കാളിറാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ് ഹാവ് റിപ്പീറ്റ്ലി അഫോംഡ് ദിസ് ആസ് എ കോർണർ സ്റ്റോൺ ഓഫ് എ ഫെയർ ട്രയൽ. ഒരു ഫെയർ ട്രയൽ, ഒരു ഫെയർ ആയിട്ടുള്ള വിചാരണയുടെ മൂലക്കല്ല് എന്നുള്ള രീതിയിൽ ഇത് കോടതികൾ വിധിച്ചിട്ടുണ്ട്. അത് അത്ര വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ബർഡൻ ഓഫ് പ്രൂഫ് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതാണ് നിങ്ങൾ ഓപ്ഷൻ ഡിയിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് നിലവിൽ ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിൻ്റെ സെക്ഷൻ 104 to 107 വരെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടാറ്റ.